ഹായ് ഓൾ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു ഹിസ് ലൈഫ്. നമ്മളിൽ അധികം ആൾക്കാരെ വീട്ടിലും ഹാൻഡ് വാഷ് ഉപയോഗിക്കുന്നുണ്ടാവും. ഇപ്പൊ കൊറോണ ഒക്കെ വന്നതിന് ശേഷം എല്ലാവരുടെ വീട്ടിലും ഹാൻഡ് വാഷ് ഉണ്ടാവും. അപ്പൊ മക്കളൊക്കെ ചെറിയ കുട്ടികളൊക്കെ ഉള്ള വീട്ടിലാണെങ്കിൽ ഹാൻഡ് വാഷ് എത്ര പെട്ടെന്നാണ് തീരുന്നത് എന്നറിയില്ല. പുതിയൊരു ബോട്ടിൽ കൊണ്ടുവന്ന് വെച്ചാല് അതിന്റെ കളറോ അതിന്റെ സ്മെല്ലും അതിന്റെ പതയൊക്കെ വരുന്നതിനനുസരിച്ച് കുട്ടികൾ ഇങ്ങനെ വീണ്ടും 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 റിപ്പീറ്റ് ചെയ്ത് കൈ വാഷ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ ബോട്ടിൽ കാലിയാവുന്നത് അറിയില്ല. അപ്പൊ നമുക്ക് വീട്ടിൽ തന്നെ സിമ്പിൾ ആയിട്ട് ഏറ്റവും എളുപ്പത്തില് അധികം പൈസ ഒന്നും ചെലവില്ലാണ്ട് ഒരു സോപ്പ് ഉപയോഗിച്ച് നമുക്കൊരു 50 ഗ്രാമിന്റെ ഒരു സോപ്പ് ഉപയോഗിച്ച് 1 ലിറ്റർ ഹാൻഡ് വാഷ് വീട്ടിൽ തയ്യാറാക്കി എടുക്കാം. നമുക്ക് എല്ലാവർക്കും സിമ്പിൾ ആയിട്ട് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഹാൻഡ് വാഷ് ലിക്വിഡിന്റെ വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പൊ പുതുതായിട്ട് ആരെങ്കിലും എന്റെ ചാനൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്റെ വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ചെയ്യാട്ടോ. ഗ്രാമിന്റെ ഒരു സോപ്പാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു ഗ്രേറ്റർ എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചുരണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് ചെറിയ പീസുകളാക്കി തന്നെ ചുരണ്ടി എടുക്കുക. നിങ്ങൾക്ക് ഏത് കളറിലുള്ള സോപ്പും ഉപയോഗിക്കാം, ഏത് സ്മെല്ല് വേണം എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം കേട്ടോ. അതായത് ഏത് സോപ്പ് കൊണ്ട് നമുക്കിത് ചെയ്തെടുക്കാവുന്നതാണ്. ഡെറ്റോളിന്റെ ഒക്കെ സോപ്പാണെങ്കിൽ ഒന്നുകൂടെ നല്ലത്. ഇതിങ്ങനെ ഒരേ അളവിൽ തന്നെ ചുരണ്ടി എടുക്കുന്നത് നമുക്ക് ഒരുപോലെ ഒരേ സമയത്ത് തന്നെ മെൽറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുക്കുമ്പോൾ സോപ്പിന്റെ സ്മെല്ല് മൂക്കിലേക്ക് തുളച്ചു കയറുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ ഹാൻഡ് വാഷ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ സ്റ്റീൽ പാത്രമാണ് എടുത്തിട്ടുള്ളത്. അപ്പോ അലുമിനിയത്തിന്റെ പാത്രം ഒരിക്കലും എടുക്കരുത്, പ്ലാസ്റ്റിക്കിന്റെ പാത്രം എടുക്കരുത്. കാരണം നമ്മൾ തിളച്ചിട്ടുള്ള വെള്ളമാണ് എടുക്കുന്നത്. 1 ലിറ്റർ തിളച്ച വെള്ളം തിളപ്പിച്ചിട്ടുള്ള വെള്ളം ഞാനിവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളതാണ്. അലുമിനിയത്തിന്റെ പാത്രം എടുത്താല് നമുക്ക് അതിനകത്ത് 12 മണിക്കൂറൊക്കെ ഇത് സെറ്റാക്കി വെക്കേണ്ടതുണ്ട്. അപ്പോൾ ഒരു ചെറിയൊരു കറുപ്പ് വീഴും. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് സ്റ്റീലിന്റെ പാത്രം തന്നെ എടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള സോപ്പിന്റെ പീസുകൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഫസ്റ്റ് നല്ലോണം തിളച്ച വെള്ളം തന്നെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോഴാണ് കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുക. ജസ്റ്റ് ഒരു സ്പൂണോ ഫോർക്കോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം കറക്റ്റ് ഒരു മൂടി വെക്കുക. ഇനി ഒരു 10 മണിക്കൂർ കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കാം. അപ്പൊ ജെല്ലി രൂപത്തിലായിട്ടുണ്ടെങ്കിൽ സെറ്റ് ആയിട്ടുണ്ട് എന്ന് കരുതാം. ഇല്ലെങ്കിൽ കുറച്ച് സമയം കൂടെ മൂടി വെക്കാവുന്നതാണ് കേട്ടോ. അപ്പൊ ഒരു 10 മണിക്കൂർ നമുക്ക് സേഫ് ആയ സ്ഥലത്ത് മാറ്റി വെക്കാം. അതിനിടയ്ക്ക് ഇത് ഇളക്കി കൊടുക്കുകയൊന്നും ചെയ്യരുത്. ഇത് സെറ്റായി കിട്ടാൻ 10 മണിക്കൂർ 12 മണിക്കൂറാണ് മാക്സിമം എടുക്കുന്നത് കേട്ടോ. അപ്പൊ നമ്മുടെ സോപ്പിന്റെ ലിക്വിഡ് ഇന്നലെയാണ് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ളത്. ഇതിലേക്ക് കളറൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. ഇതുകൊണ്ട് നല്ല തിക്കായിട്ട് തന്നെ വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് ഇളക്കിയെടുത്ത് നോക്കാം. നല്ല കട്ടയായിട്ടാണ് ഇരിക്കുക. നമ്മൾ നല്ല തിക്കായിട്ടല്ലേ നമ്മൾ ഹാൻഡ് വാഷ് പുറത്തുനിന്ന് കടയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ കിട്ടുക. അപ്പൊ അതുപോലെ ഇതൊന്ന് ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഫോർക്കോ വിസ്കോ എന്ത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. ഇത് നല്ലതുപോലെ തന്നെ ഇളക്കി ലൂസാക്കി എടുത്തിട്ട് വരിക. പതയൊക്കെ വരും, അതൊന്നും വിഷയാക്കണ്ട. കയ്യിലാക്കുമ്പോഴും പതയ്ക്ക് ഒരു കുറവും ഉണ്ടാവില്ല കേട്ടോ. നല്ല സ്മെല്ലും ഉണ്ടാവും. പിന്നെ സോപ്പ് ഒരുപാട് ലൂസാക്കി എടുത്തോണ്ടാണ് ഇതിന് കുറച്ച് കളറ് കുറവുള്ളത്. പക്ഷെ എന്നാലും കളർ ഉണ്ടാവും. ചെറിയൊരു ലൈറ്റ് പിങ്ക് കളറാണ് ഉണ്ടാവുക. സോപ്പിന്റെ അത്ര ഡാർക്കുള്ള പിങ്ക് ഉണ്ടാവില്ല കേട്ടോ. കട്ടയൊക്കെ ഉടച്ച് നല്ല രീതിയിൽ തന്നെ ലൂസാക്കി എടുത്തിട്ടുണ്ട്. ഗ്ലിസറിന് ചേർത്ത് കൊടുക്കുന്നുണ്ട്.
നമ്മുടെ സോപ്പിൽ കുറച്ച് ഗ്ലിസറിൻ ഉണ്ടായിരിക്കും, പക്ഷെ വീണ്ടും നമ്മൾ ലൂസാക്കി എടുത്തോണ്ട് ഗ്ലിസറിൻ അല്പം കുറവായിരിക്കും അല്ലെ. സോപ്പ് മാത്രം യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ കൈയൊക്കെ ഡ്രൈ ആയി പോകില്ല. അപ്പൊ അതൊന്നും ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇതിലേക്ക് അല്പം ഗ്ലിസറിൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഗ്ലിസറിൻ അല്പം കൂടുതൽ ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മൾ കുളിക്കുന്ന സമയത്തും ഈ ലിക്വിഡ് യൂസ് ചെയ്യാം കേട്ടോ. കാരണം നമ്മൾ സ്ക്രബ്ബറൊക്കെ യൂസ് ചെയ്യുമ്പോൾ സോപ്പിൽ ഓവറായിട്ട് സോപ്പ് പോകുന്നു. അപ്പോൾ പാഴായി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പോൾ ഉള്ളത് നല്ല തിക്കിലാണ് കേട്ടോ. ഇത്രയും തിക്കായിട്ട് വേണ്ട എങ്കിൽ 2 ലിറ്ററിലൊക്കെ ഒരു സോപ്പ് കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റൂ കേട്ടോ. നമുക്ക് നല്ല തിളച്ച വെള്ളം തന്നെ ഉപയോഗിക്കണം, അപ്പോഴാണ് ഇങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടുക. കണ്ടോ, നല്ല പതയുണ്ട് കേട്ടോ. നമ്മൾ സോപ്പ് ഉപയോഗിക്കുന്ന പോലെ തന്നെ നല്ലോണം പതയുണ്ട്. ഗ്ലിസറിനൊക്കെ ചേർത്തോണ്ട് നമ്മുടെ കൈ ഒരിക്കലും ഡ്രൈ ആയി പോവുകയല്ല കേട്ടോ. ഒരു 50 ഗ്രാമിന്റെ ചെറിയ സോപ്പിൽ നിന്ന് എനിക്ക് ഇത്ര കിട്ടിയിട്ടുണ്ട് കേട്ടോ ഹാൻഡ് വാഷ്. കാരണം ഇത് 500 ml ആണ്, ഇത് 500 ml ആണ്, ഇത് 300 ml ബോട്ടിലാണ് കേട്ടോ. അപ്പോൾ ഇത് ഒത്തിരി യൂസ്ഫുൾ ആണ് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം കുട്ടികളുള്ള വീടുകളൊക്കെ ആവുമ്പോൾ കുട്ടികൾക്ക് എപ്പോഴും ഹാൻഡ് വാഷ് യൂസ് ചെയ്യേണ്ടി വരുമല്ലോ. അവർ കളിക്കാനാണ് ഉപയോഗിക്കുന്നതെങ്കിലും നമുക്ക് ഒത്തിരി നഷ്ടമാണ്. സ്ഥിരമായിട്ട് ഇങ്ങനെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കയ്യിനൊരു കുഴപ്പമില്ല. ഗ്ലിസറിനൊക്കെ കൂടുതൽ ചേർക്കുന്നുണ്ട്. അല്ലെങ്കിൽ കോക്കനട്ട് ഓയിൽ ചേർത്താലും മതി കേട്ടോ. കോക്കനട്ട് ഓയിൽ ചേർത്താലും നമ്മുടെ കൈയിന്റെ ഡ്രൈ ഒക്കെ ആവുന്നത് മാറിക്കിട്ടും. അപ്പൊ നമ്മുടെ സോപ്പിന്റെ ലിക്വിഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഹാൻഡ് വാഷ് എന്ന് തന്നെ പറയാം. അത്രയും പെർഫെക്റ്റ് ആണ്. നമുക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യുകയും ചെയ്യാം. ഗ്ലിസറിനൊക്കെ ചേർത്തതുകൊണ്ട്, കൂടുതലായിട്ട് നമ്മൾ വീണ്ടും ചേർത്തതുകൊണ്ട് നമ്മൾ കൈയൊന്നും ഡ്രൈ ആയി പോകുന്നില്ല കേട്ടോ. പിന്നെ ഏത് സോപ്പാണ് നമ്മുടെ വീട്ടിൽ കൊണ്ടുവരുന്നതെങ്കിൽ എല്ലാവരുടെ വീട്ടിലും ഒരേ സോപ്പ് ആയിരിക്കില്ലല്ലോ. അപ്പോൾ ഏത് സോപ്പ് കൊണ്ടുവന്നാലും അതിന്റെ ഫ്ലേവറിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണ്. നിങ്ങൾക്ക് എന്റെ വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യാം കേട്ടോ. അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും സൈനിങ് ഓഫ് ഫ്രം ഹിസ് ലൈഫ്.